സംസ്ഥാനത്തെ പൊടിമില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് 4600 ചെറുമില്ലുകൾ അടച്ചുപൂട്ടി. ദൂരപരിധിയില്ലാതെ മില്ലുകൾക്ക് ലൈസൻസ് നൽകിയതും പാക്കറ്റ് പൊടികൾ വ്യാപകമായതുമാണ് മില്ലുകൾക്ക് തിരിച്ചടിയായത്. ഈ യന്ത്രങ്ങൾ ഇനി അധികനാൾ പ്രവർത്തിക്കില്ല. സംസ്ഥാനത്തെ നിലവിലുള്ള 58,000-ഓളം ചെറുമില്ലുകളിൽ 60% പൂട്ടലിന്റെ വക്കിലാണ്. റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മിനി മില്ലേഴ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം 4600 മില്ലുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ മാത്രം പൂട്ടിയത് 470 മില്ലുകൾ. ദൂരപരിധിയില്ലാതെ മില്ലുകൾക്ക് ലൈസൻസ് നൽകിയതും ഗോതമ്പ് ഒഴിവാക്കി റേഷൻ കടകളിൽ ആട്ടവിതരണം വ്യാപകമായതും ആളുകൾ പാക്കറ്റ് പൊടികൾ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയതുമാണ് മില്ലുകൾക്ക് തിരിച്ചടിയായത്. പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് വേണം, മില്ലിൽ തന്നെ ബാത്റൂമൊക്കെ വേണം പറഞ്ഞതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. അതുകൊണ്ടുള്ള ഒരു വലിയ തമിഴ്നാട് പോലെയുള്ള ഒരു ഇളവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മില്ല് തന്നെ ഒഴിവാക്കേണ്ടി വന്നു. വൈദ്യുതി ചാർജ് അടയ്ക്കാനുള്ള വരുമാനം പോലും പല മില്ലുകൾക്കും ലഭിക്കാതായി. സ്പെയർ പാർട്സ് വിലയും കുത്തനെ ഉയർന്നു. ലൈസൻസ് ഫീസ്, കെട്ടിട വാടക, തൊഴിൽ നികുതി എന്നിവ കൂടിയതും ചെറുകിട മില്ലുടമകൾക്ക് ഇരുട്ടടിയായി. അമൃത ന്യൂസ്, പാലക്കാട്.